നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാനോട്ടി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി NG പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നാളത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുന്നു സ്ട്രാറ്റജി. നിഫ്റ്റിയുടെ അനാലിസിസ് മാത്രമേ കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ടാവുള്ളൂ. ബാക്കി ഇൻഡെക്സസ് ജസ്റ്റ് ഞാൻ ലെവൽസ് ഷെയർ ചെയ്യുള്ളൂ. കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല. കുറച്ച് ബിസിയാണ്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും വളരെ കുറവാണ്. ഷെയറും കമൻസൊക്കെ വളരെ കുറവാണ്. സോ പ്ലീസ് ലൈക്ക് ചെയ്യുക കേട്ടോ. NGയുടെ നോക്കാം. NG ഫസ്റ്റ് ലാസ്റ്റ് വീഡിയോ ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്തായിരുന്നു. പ്രൈസ് 1 2 3 4 5 ആൻഡ് ഡയഗണൽ പാറ്റേൺ പെർഫെക്റ്റ്ലി എൻഡിങ് ഡയഗണൽ പാറ്റേൺ 5th ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ അബവ് പോയാൽ മാത്രമേ ബുള്ളിഷ് ആവുള്ളൂ. പ്രൈസ് ഇൻ ദിസ് സഡൻ ഷാർപ്പ് ഫോൾ ആണ്. ഓക്കെ, സോ ഷാർപ്പ് ഫോൾ എൻഡിങ് ഡയഗണൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതാണ് പവർ ഓഫ് വേവ്. ഓക്കെ, സോ ഇത് ഫുള്ള് ഇവിടെ വരെ 1 ആയി പ്രൈസ്. ഓക്കെ, എൻഡിങ് ഡയഗണൽ പാറ്റേൺ റെസിസ്റ്റൻ്റ് എടുത്തു. ഷാർപ്പ് ഫോൾ 2 ആയി. ഇതാണ് തേർഡ് ആൻഡ് ഫോർത്ത്. തേർഡ് സംടൈംസ് ചെറുതായിരിക്കുള്ളൂ. മോസ്റ്റ്ലി തേർഡാണ് ഫസ്റ്റ്. എപ്പോഴും തേർഡ് വേവ് ആയിരിക്കും ഏറ്റവും വലുത് എക്സ്റ്റൻഷനിലേക്ക്. ബട്ട് സംടൈംസ് അത് ചെറുതായിരിക്കും. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിൻ്റെ ഇൻ്റർവൽ മൂവ്സ്. ഈ മൂവ്സ് 1 2 3 4 5 ആയിട്ട് പിന്നെ എക്സ്റ്റൻഷൻ ഫിബനാച്ചി വെച്ച് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് 81.0%, 81.20% അതെന്തായാലും വരണം. അത് വന്നാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ യെസ് മിനിമം റേഷ്യോ കംപ്ലീറ്റ് ആയി, 5 മൂവ്സ് കംപ്ലീറ്റ് ആയി. സോ തേർഡ് എക്സ്റ്റൻഷൻ എത്ര വരുള്ളൂ. സോ ഈ സിനാരിയോ മാത്രമേ തേർഡ് ചെറുതായിരിക്കും. പിന്നെ ഫോർത്ത്, ഇതാണ് ഇപ്പോൾ ഫോർത്ത് ഓൺ ഗോയിങ്. ഇനി ഫിഫ്ത്ത് മേ ബി മുകളിലേക്ക് വീണ്ടും പോകേണ്ടതാണ്. അപ്പോൾ ഇനി ഫോർത്ത് ഞാൻ ഈ ഡയൽ പാറ്റേൺ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. ഫോർത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ആൻഡ് ഫോർത്തിൻ്റെ ഓൾമോസ്റ്റ് ഫോൾസ് സിമിലർ ഉണ്ടാവണം. ഓക്കെ, ഇതാണല്ലോ സെക്കൻഡ്. ആസ് പെർ ഇല്ലിറ്റ് വ്യൂ തിയോറി. ഓക്കെ, ആസ് പെർ ഇല്ലിറ്റ് വ്യൂ തിയോറി എത്ര ഫോൾ ഓൾമോസ്റ്റ് രണ്ട് സിമിലർ ഉണ്ടാവും. -3 പോയിൻറ്റ് സംതിങ് എന്തോ ആണ്. 3 പോയിൻറ്റ്സ് കണ്ട ഓൾമോസ്റ്റ് സിമിലർ ആണ്. റൈറ്റ്, ഇതാണ് ഇല്ലിറ്റ് വ്യൂ തിയോറി. ആൻഡ് ഫുൾ ലെഗിൻ്റെ ഫുള്ള് 0 to 3rd വരെ, തേർഡിൻ്റെ ഹൈ വരെ നമ്മൾ ഫിബനാച്ചി കൊണ്ടുപോയിക്കണമെങ്കിൽ 50% ബിലോ പ്രൈസ് പോകാൻ പാടില്ല. റൈറ്റ്, ഇത് വെച്ച് നോക്കിക്കോ. എക്സാക്ട്ലി പിൻ പോയിൻറ്റ് 50% അവിടെ നിന്നാണ് പ്രൈസ് റിവേഴ്സ് എടുക്കുക. സോ എൻട്രി എങ്ങനെ എടുക്കാം? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. വേണമെങ്കിൽ ചോദിക്കാം എൻട്രി എങ്ങനെ എടുക്കാം. എൻട്രി എപ്പോഴും റിവേഴ്സൽ കാണിക്കുമ്പോൾ വേണം എൻട്രി എടുക്കാൻ. ഓക്കെ, സെക്കൻഡ് ഈ വേവ് ഷാർപ്പായിരുന്നു. സോ തേർഡ് കോംപ്ലിക്കേറ്റ്. അതാണ് തേർഡ് ABC. ഇത് കണ്ട സിംഗിൾ 2-3 ക്യാൻഡിൽസാണ് ഷാർപ്പ് ഫോൾ വന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. സെക്കൻഡ് വേവ് ഷാർപ്പ് ആണെങ്കിൽ ഫോർത്ത് കോംപ്ലിക്കേറ്റഡ് ആവും. സെക്കൻഡ് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ ഫോർത്ത് ഷാർപ്പ് ആകും. രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആകും. ഒരേപോലെ ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ് ആസ് പെർ എല്ലിറ്റ് വ്യൂ തിയറി. ഇതാണ് എൻ്റെ എക്സ്പ്ലനേഷൻ. കൂടുതൽ എക്സ്പ്ലനേഷൻ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും തയ്യാറുള്ളതാണ്. ഇനി നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത് ഇതൊക്കെയാണ്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് വേഗം ഫാസ്റ്റ് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാം. തേർഡ് വേവിൻ്റെ ഹൈ നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. ഇനി നെക്സ്റ്റ് എന്താണ്? സപ്പോർട്ട് നമ്മുടെ ഫോർത്ത് വേവിൻ്റെ ലോ. ഫോർത്ത് വേവിൻ്റെ സപ്പോർട്ട് ആസ് പെർ വേവ് എല്ലിറ്റ് വ്യൂ തിയറി നമ്മുടെ ഫോർത്തിൻ്റെ ലോ ആണ്. ഇതാണ് ഇപ്പോൾ ഫോർത്ത് കൗണ്ട്. സോ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. സോ പ്രൈസ് സ്ലോലി ഇവിടുന്ന് മേ ബി ഇവിടെ കൺസൾട്ടേഷൻ ദെൻ മുകളിലേക്ക് പോവുള്ളൂ. ഓക്കെ, ആ ഒരു സിനാരിയോയിൽ നമ്മുടെ SL ഇതാണ് ഈ സെക്കൻഡ് വേവിൻ്റെ ലോ. ഓക്കെ, മേജർ സെക്കൻഡ് വേവിൻ്റെ ലോ. മനസ്സിലായോ? ഒന്നുകൂടി ഞാൻ വേണമെങ്കിൽ പറഞ്ഞേക്കാം. എനിക്ക് താല്പര്യമില്ല എക്സ്പ്ലനേഷൻ തരാം. ലൈക്ക് കുറവാണ്, ഷെയറും കുറവാണ്, കമൻറ്റ് സെക്ഷനും ഒക്കെ കമൻറ്റ് കുറവാണ്. സോ നോക്കിക്കുക, പ്രൈസ് ഞാൻ ആകെ 3-4 പേരാണ് എൻ്റെ റെഗുലർ വ്യൂവേഴ്സ്. അവർ കമൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെയും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരാറുള്ളൂ. നിങ്ങളെല്ലാവരും പ്ലീസ് കുറച്ച് ലൈക്ക് കൂടുതൽ ചെയ്യും കേട്ടോ. ഇത് 1, ഇത് 2, ഇത് 3. ഇൻ കേസ് ഇത് തന്നെ ഫോർത്ത് മേ ബി കുറച്ചുകൂടി ലോ ആവാം. ബട്ട് ഇവിടെ തന്നെ ഫോർത്ത് എടുത്തിട്ട് തിരിച്ച് കയറേണ്ടതാണ്. ഫോർത്ത് ആൻഡ് ദെൻ വീണ്ടും ഫിഫ്ത്ത്. ഇതിൻ്റെ ഭാഗത്ത് തന്നെ ഫിഫ്ത്ത് കംപ്ലീറ്റ് ആവേണ്ടതാണ്. അതാണ് റൂൾ, എലിറ്റ് വ്യൂയുടെ റൂൾ. ബട്ട് പ്രൈസ് 2യുടെ ലോ ഇതാണ്. 2യുടെ ലോ എന്തായാലും എനി ഹൗ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതാണ് നമ്മുടെ SL. ഓക്കെ, സോ പ്രൈസ് എന്ത് ചെയ്യും? സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിന്ന് തരത്തിൽ തിരിച്ച് മുകളിലേക്ക് കയറും. ആൻഡ് ഇതിൻ്റെ ഹൈ കംപ്ലീറ്റ്. സോ ഇൻ കേസ് ഈ ലോ ആണെങ്കിൽ ഫിബനാച്ചി ഇങ്ങനെയൊക്കെ നോർമൽ ഫിബനാച്ചി എടുക്കുക, തേർഡിൻ്റെ ഹൈ പിടിക്കുക, ഫോർത്തിൻ്റെ ലോ ഇതാണെങ്കിൽ ഓക്കെ. ഓർ കുറച്ചുകൂടി താഴെ വരികയാണെങ്കിൽ ഇതാണ് നമ്മൾ നോക്കിയിട്ട് ഫിബനാച്ചി വെക്കുക. ആൻഡ് എനി ഹൗ 127.20% ഇതാണ് ടാർഗറ്റ്, ഫിഫ്ത്തിൻ്റെ ടാർഗറ്റ്. ആൻഡ് 161 പോയിൻറ്റ് ആൻഡ് ഫർദർ വരാറുണ്ട്. ബട്ട് 5 മൂവ്സിൽ വരണം ടാർഗറ്റ്. റൈറ്റ്, ബുള്ളിഷ്നെസ് എപ്പോൾ വരും? ബുള്ളിഷ്നെസ് 81.20% കംപ്ലീറ്റ്. 81.20% അബവ് പ്രൈസ് പോയാൽ നമുക്ക് സസ്റ്റെയിൻ ആകാൻ തുടങ്ങിയാൽ നമുക്ക് പറയാം ഇത് ബോട്ടം തന്നെ ആയിരുന്നുള്ളൂ. ഓക്കെ, അതാണ് എല്ലിറ്റ് വ്യൂ തിയറി. എല്ലാവരും കൂടി മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കണ്ട. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാനൊക്കെ. ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല. കണ്ട പെർഫെക്റ്റ്ലി ഞാൻ ഓൾറെഡി ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ഫോർത്ത് സ്റ്റിൽ ഓൺ ഗോയിങ് ആണ്. ഫോർത്തിൻ്റെ ഓൾമോസ്റ്റ്
ഈ സെക്കൻഡ് ബൗൺസ് തന്നെ ഓൾമോസ്റ്റ് ഫോർത്തിൽ തന്നെ വരേണ്ടതാണ്. മേ ബി കുറച്ചുകൂടി മുകളിലേക്ക് പോകാം. കണ്ട ഇത് ഇവിടുന്ന് അന്ന് ഷെയർ ചെയ്തതാണ്, ഇന്നലെ ഞാൻ വീഡിയോ ഉണ്ടാക്കിയില്ല, അന്ന് ചെയ്യാൻ തേർഡ് ആൻഡ് ദെൻ ഫോർത്ത് ഒരു ബൗൺസ് വരും ആൻഡ് ദെൻ ഫിഫ്ത്ത് ഓൾമോസ്റ്റ് സിമിലർ ഉണ്ടാവും. സോ അതുപോലെ തന്നെ ഇത് പോട്ടെ ക്രൂഡ് ഓയിൽ, ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ക്രൂഡ് ഓയിലേക്ക്. ഓക്കെ, നിഫ്റ്റി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ നിഫ്റ്റി ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ടോ. ഇവിടെ നിന്ന് പ്ലീസ് എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇവിടെ നിന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി നമ്മുടെ ടാർഗറ്റ് ഇതാണ്. ഏതാ ഈ റെഡ് ലൈൻ 24,770. ഇതിൽ പ്രൈസ് എന്തായാലും ടച്ച് ചെയ്യണം. റീസൺ എന്തായിരുന്നു ടച്ച് ചെയ്യാനുള്ളത്? ഓവറോൾ ഫോളിൻ്റെ ഫുൾ ഫോളിൻ്റെ 61.80% ആണ്. അത് ഇമ്പൾസിൻ്റെ കൺഫർമേഷനാണ്. അത് പ്രൈസ് അവിടെ വരെ എന്തായാലും വരേണ്ടതാണ്. അതാണ് അതിൻ്റെ ഒരു കൺഫർമേഷൻ. ഇത് കണ്ട ഇതാണ് 61. സോ അത് വരുന്നത് 24,770 ആണ്. ബാക്കി 770 ആണ് നമ്മൾ ലാസ്റ്റ് ടൈമിൽ കണ്ടായിരുന്നു. അതാണ് പ്രൈസ് അവിടെ വരെ പോകേണ്ടത്. ബാക്കി ദിവസം ഇപ്പോൾ ഡിലീറ്റ് ചെയ്യും. വേഗം നമുക്ക് എക്സ്പ്ലനേഷൻ തരാം വാട്ട് ഈസ് ഗോയിങ് ഓൺ ഇൻ നിഫ്റ്റി. ഒത്തിരി പേരുടെ അടുത്ത് ചോദിച്ചാൽ സാർ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ആയോ ഇല്ല എന്നൊക്കെ ആയിക്കൊണ്ടിരിക്കണം കേട്ടോ, ആയിക്കൊണ്ടിരിക്കണം. ഡയഗണൽ പാറ്റേൺ എൻഡിങ് ലെവൽ പാറ്റേൺ ഫോം ആയിക്കൊണ്ട് ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് ഡിസ്കഷൻ ചെയ്താൽ 1, 2, 3, 4 and 5 അങ്ങനെയാണ് നമ്മൾ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സോറി മറ്റേത് ഇവിടെ പോയി ഇമ്പൾസ്. ഓക്കെ, സോ ഞാൻ ട്രൈ അന്ന് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് ഇത് 1, ഇത് 2, ഇത് 3, ഇത് ഫുൾ 4 അങ്ങനെയാണത് നമ്മൾ 4 റൈറ്റ്, ഇത് 5 അങ്ങനെയാണത് നമ്മൾ കൗണ്ട് ചെയ്ത് റൈറ്റ്. ഓക്കെ, സോ ഇത് 5 ഓൺ ഗോയിങ് ആണ്. 5th ഈ ലെഗ് മാത്രമേ ഇപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത്, ഈ ഒരു ലെഗ്. സോ ഇതിൻ്റെ നമ്മളകത്ത് നോക്കുക 1, 2, 3, 4, 5 1, 2, 3 ആൾമോസ്റ്റ് അങ്ങനെയാണ് ഇതിൻ്റെ. ഇതാണ് നമുക്ക് സൂക്ഷിച്ച് നോക്കാനുള്ളത് കേട്ടോ, സൂക്ഷിച്ച് നോക്കാനുള്ളതാണ്. ഞാനിപ്പോൾ നേരത്തെ ഞാൻ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, നമ്മുടെ ഈ ലെഗ് മാത്രം നമുക്ക് പിടിക്കാനുള്ളൂ. ഓക്കെ, ഇത് 5 മൂവ്സിൽ ഇവിടെ വരെ പോയി ഇപ്പോൾ 1 ആയി റൈറ്റ്. ഇതിവിടെ 2 കംപ്ലീറ്റ് ആക്കി റൈറ്റ്. ഇത് 3 ഓൺ ഗോയിങ് ആണ്. ഐ തിങ്ക് സ്റ്റിൽ 3rd ഓൺ ഗോയിങ് ആണ്. ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്യുക 1, 2, 3, 4, 5 യെസ്, ഇത് 3rd ആണ്. ദെൻ 4th ഒരു ഫോൾ വരും ആൻഡ് ദെൻ 5th മേ ബി ഇവിടെ അതിൻ്റെ മുകളിൽ എവിടെയാണ് നമുക്കത് നോക്കാം. ഇതിൻ്റെ മുകളിൽ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ അതിൻ്റെ ടാർഗറ്റ് എങ്ങനെ എടുക്കുക? ഓക്കെ, താഴെ നിന്ന് വരുന്ന ലെഗിൻ്റെ 5th നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അതിൻ്റെ റെസിസ്റ്റൻസ് ഇതാണ്. ഇത് കണ്ട 820 ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് എല്ലാം ഇവിടെ സിങ്ക് ആവുന്നത് കണ്ട. 780 and 800 820യുടെ ഇവിടെ കണ്ട 770 and 820 ഇതാണ് നമ്മുടെ നല്ലൊരു കട്ടർ റെസിസ്റ്റൻസ്. സോ ഇവിടെ വരുമ്പോൾ ബിഗർ ടൈം ഫ്രെയിമിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ വരുമ്പോൾ ബിഗർ ടൈം ഫ്രെയിം ഐ തിങ്ക് ബുക്കിംഗ് വരേണ്ടതാണ്. ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബുളിഷ്നെസ് ഓവറോൾ തീരുന്നാണ് ഇപ്പം. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ നിന്നല്ല ഈ ഒരു ഏരിയയിലാണ് ഞാൻ ബുളിഷായത്. ഇത് മിസ്സായി എനിക്ക്. ഞാൻ ഈ ഒരു ഏരിയയിലാണ് ഞാൻ നിങ്ങളത് പറഞ്ഞായിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. പ്രൈസ് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് ഇത്ര മുകളിലേക്കാണ്. ഓക്കെ, ഈ ഒരു താഴത്തെ ഈ ലെഗിൻ്റെ മിസ്സായി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആ ഒരു ഏരിയയിൽ ന്യൂസ് ബേസ്ഡ് ആണ്. ആ ഒരു സഡൻ ഒരു ഗ്യാപ്പ് ഡൗൺ വന്നു ദെൻ പ്രൈസ് മുകളിലേക്ക് ഷാർപ്ലി മുകളിലേക്ക് പോയി. എനിവേ നോ പ്രോബ്ലം, സംടൈംസ് അങ്ങനെയൊക്കെ ഉണ്ടാവണം. സോ ഞാനിപ്പോൾ കാണുന്നത് ഇത്. ആൻഡ് എനിക്കൊരു കാര്യം കൂടി പറയുന്നത്, ഇതിലൂടെ പ്രൈസ് കണ്ട ഡയഗണൽ പാറ്റേൺ ഐ തിങ്ക് ഇത് ഇവിടുന്നേ കൂട്ടാവുള്ളൂ. അത് ആയിക്കോണ്ടിരിക്കണം എൻഡിൻ്റെ പാറ്റേൺ. കാരണം ഈ 3rd ഹൈ നമുക്ക് കിട്ടിയിട്ടില്ല. 3rd ഹൈ നമുക്ക് കിട്ടിയിട്ടില്ല. സോ ഇത് ഇവിടുന്ന് 3rd ഹൈക്ക് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി എന്ന് പറയാനില്ല. ഓക്കെ, സോ ഇവിടുന്ന് ഇങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ള ഇങ്ങനെ വരച്ച് വയ്ക്കുക. ഓക്കെ, ഡയഗണൽ പാറ്റേൺ ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ബിഗർ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഐ ഡോണ്ട് തിങ്ക് സോ കംപ്ലീറ്റ് ആയി ടൈം ഉണ്ട് ബിഗർ ടൈം ഫ്രെയിമിൽ റൈറ്റ്. സോ ഇതിനകത്ത് തന്നെ ഇതൊന്നും തരുന്നില്ല, മുകളിലത്തെ റെസിസ്റ്റൻസ് ഫ്രെയിമിലേക്ക് എടുക്കാം. ബട്ട് യെസ് ഇപ്പോൾ കോഷനാണ്. ഇനി സ്മോൾ ടൈം ഫ്രെയിമിലെ വീക്ക്നെസ് സപ്പോർട്ട്, ഈ സ്മോൾ ടൈം ഫ്രെയിം സെക്കൻഡ് ലോ ഇതാണ്. ഈ ഒരു ലെഗിൻ്റെ സെക്കൻഡ് ലോ ഇതാണ്. ഇതിൻ്റെ ബിലോ പ്രൈസ് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബിഗർ ടൈം ഫ്രെയിമിൽ മീൻസ് ഈ ലെഗ് തീർന്നു. ഇതിൻ്റെ SL പോയി 34,100 SL പോയി. ഇപ്പോൾ നിങ്ങൾ കോഷൻ സോണിലാണ്, മനസ്സിലാക്കിയെടുക്കുക. കോഷൻ സോണിലാണ്. ഞാൻ ഇത്ര നാൾ ബുള്ളിഷായിരുന്നു റൈറ്റ്, ഇത്ര നാൾ ബുള്ളിഷായിരുന്നു. ഇനി ഞാൻ കോഷൻ സോണിലേക്കാണ്. നിങ്ങളുടെ അടുത്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, നിങ്ങളിപ്പോൾ കോഷൻ സോണിലേക്ക്. ദാറ്റ് മീൻസ് പ്രൈസ് ഇവിടെ എവിടെയെങ്കിലും ടോപ്പ് ഔട്ട് ആവേണ്ടതാണ്. ബട്ട് അവിടെ നിന്ന് ഫുള്ളി ക്രാഷ് അല്ല, ബട്ട് മേ ബി സ്ലോ ഡൗൺ ഫോൾ വരും, നമുക്ക് പറയാനില്ല. ബട്ട് ടോപ്പ് ഔട്ട് ആവട്ടെ, എന്നിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. ബട്ട് യെസ്, ഇത് കോഷൻ സോണാണ് ഫോർ ബിഗർ ടൈം ഫ്രെയിം. 15 minutes ഇൻട്രാഡേ പർപ്പസ് അല്ല, ബിഗർ ടൈം 1 hour 75 minutes or 1 day ചാർട്ടുണ്ട്. ഓക്കെ, കോഷൻ സോണാണ്. അവിടെ നിന്ന് ഷോർട്ട് അടിച്ചാൽ പണി കിട്ടും, കാരണം സ്ട്രക്ചർ ബുള്ളിഷാണ്. അതാണ് ഈ സ്ട്രക്ചർ മനസ്സിലാക്കി എടുത്തെങ്കിൽ നമുക്ക് പണി തന്നെ. സോ ഇതാണ് ഇതിൻ്റെ SL ആൻഡ് ഈ SL പോയാൽ, സോ ഇത് പോയാൽ ദാറ്റ് മീൻസ്
മീൻസ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ നല്ല ഒരു ഹ്യൂജ് ഫോൾ നമ്മൾ കാണാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതൊക്കെ എല്ലാം ഫില്ല് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. പിന്നെ റൈറ്റ്, പഴയ വീഡിയോസ് കണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണണം. കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യുക, അപ്പോഴേ മനസ്സിലാവും ഡിഗ്രി കംപ്ലീറ്റ് ആയി വരാം. ഡിഗ്രി കംപ്ലീറ്റ് ആയ ഫസ്റ്റ് ഡിഗ്രി കംപ്ലീറ്റ് ആവും ആൻഡ് സെക്കൻഡ് ഡിഗ്രിയുടെ മേജർ ഫോൾ വരും. റൈറ്റ്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇവിടെ വരുമ്പോൾ ഇനി കോഷൻ സോണിലേക്കാണ് ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ഞാനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബുക്കിംഗ് നിയർ ഈ ഒരു സോൺ. ഓൾമോസ്റ്റ് ഇപ്പോൾ റെസിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ SL പോകണം അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കണം. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഇത്. കാരണം വെച്ചാൽ താഴെ നിന്നാണ് ഞാൻ ഇവിടെ നിന്ന് ഇരിക്കുന്നത്. ഓക്കെ, സോ എൻ്റെ സജഷനാണ്, പ്ലീസ് എല്ലാവരും ഇപ്പോൾ കോഷനായിട്ട് നിൽക്കുക, വെയിറ്റ് ചെയ്യുക. ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇഷ്യൂസ് അല്ല. ബട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് ബുക്ക് ചെയ്യുക. കാരണം അത്യാവശ്യം നല്ലൊരു ഫോൾ കിട്ടിയിട്ട് പിന്നെ വീണ്ടും നമുക്ക് മുകളിലേക്ക് തന്നെ പോകാം. ഓക്കെ, മുകളിൽ തന്നെ നോക്കാം. സോ നോക്കിയിട്ട് പ്ലേ ചെയ്യുക. റൈറ്റ്, ഇതിനകത്ത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. തേർഡിൻ്റെ ടോപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, തേർഡ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. റൈറ്റ്, കണ്ട ഈ ഒരു ലെഗ് ഉണ്ട്, ഈ ഒരു ലെഗിന് 1, 2, തേർഡ് കംപ്ലീറ്റ് ആയി, പിന്നെ ഫോർത്തിൻ്റെ ഫോൾ, ദെൻ ഫിഫ്ത്തിൻ്റെ ഒരു അപ്പ് സൈഡ് കൂടി നോക്കാം. ഐ തിങ്ക് സോ. ബട്ട് ഇതിൻ്റെ 24,100 ബിലോ പോയ പ്രൈസ്. അപ്പോൾ പിന്നെ ഓവറോൾ ടോട്ടലി സ്മോൾ ടൈം ഫ്രെയിം, ബിഗർ ടൈം ഫ്രെയിം, പിന്നെ ബിയർ സൈഡിലേക്ക് നമുക്ക് നോക്കേണ്ടി വരും. ഓക്കെ, സോ 24,100 ആണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ആൻഡ് മേജർ സപ്പോർട്ട്. ഐ ഹോപ്പ് ക്ലിയർ ആയിട്ടുണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം, അപ്കമിങ് ടൈമിൽ ക്ലിയർ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക, നോ പ്രോബ്ലം. സോ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബാങ്ക് നിഫ്റ്റി നമ്മുടെ റെഡ് സോണിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, റെഡ് സോണിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും ബിയറിഷ് ആയിരുന്നു നമ്മുടെ ഇവിടെ. ഞാൻ ലാസ്റ്റ് ഐ തിങ്ക് ഒരു വീഡിയോ ഞാൻ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റി ആയിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ഒരു മൂവ് തരാൻ പോകുന്നത്. കാരണം വെച്ചാൽ ബാങ്ക് നിഫ്റ്റിയിലൂടെ ആരും ഡിസ്കസ് ചെയ്യുന്നില്ല. ബട്ട് ബാങ്ക് നിഫ്റ്റി അടിപൊളി മൂവ് തന്നേക്കുന്നതാണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ മൂവ് നോക്കുകയാണെങ്കിൽ യെസ്, ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ്ലി 61.80% ടച്ച് ചെയ്തേക്കുന്നതാണ് ബാങ്ക് നിഫ്റ്റി. അടിപൊളി. സോ ഇതാണ് ഇമ്പൾസ്, ദാറ്റ് മീൻസ് ബുൾസ് എവിടെയോ ഉണ്ടായിരുന്നു. ഇതാണ് ബുൾസിൻ്റെ പവർ. ഓക്കെ, 61.80%. ഇനി മേ ബി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തും പ്രൈസ് താഴേക്ക് വരുവാണെങ്കിൽ ESL ഐ ഡോണ്ട് തിങ്ക് സോ ഇത് പോകേണ്ടതാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഇത് പോയാൽ ദാറ്റ് മീൻസ് ബിഗർ ഇഷ്യൂ എന്തോ ആണ്. ബട്ട് ഇത് പോകാൻ പാടില്ല. ഐ തിങ്ക് ഇനി ബയോൺ ടിപ്പ് ആയിരിക്കും. സോ മീൻസ് താഴേക്ക് വരുവാണെങ്കിൽ, ഇവിടെ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ബൈ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ വേഗം നമുക്ക് ടോപ്പ് ഔട്ട് ആയോ ഇല്ല, ടോപ്പ് ഔട്ട് ആയ 1, 2, 3, 4, 5 ആൻഡ് ഇതിൻ്റെ ലെഗ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഈ ലെഗ് 1, 2, 3, 4, 5 ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ് കേട്ടോ. ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്. ഇത് ഞാൻ എന്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, നോ പ്രോബ്ലം. ഇത് A, ഇത് B, ഇവിടുന്ന് വരുന്ന A, ഇത് B, C 2 ഡേ. ഓക്കെ, 2 അതാണ് ഞാൻ ഇങ്ങനെ കൂട്ടുന്നത് കേട്ടോ. ഇത് A, ഇത് B, ഇത് C. കണ്ട ചെറിയൊരു മൂവ് മാത്രമേ മുകളിലേക്ക് പോയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് ഡബിൾ ടോപ്പിൻ്റെ പാറ്റേൺ ആണ് ഇത്. കണ്ട ഇതിൻ്റെ ഡബിൾ ടോപ്പ്. ഇത് എന്തിനാണ് നമ്മൾ ഹൈ കൂട്ടുന്നില്ല എന്ന്, ഇത് 2 എന്താ കൂട്ടാത്തത്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഞാൻ പണ്ടേ പറഞ്ഞായിരുന്നു 120 ഹയർ ഹൈ എപ്പോഴേ നമുക്ക് പറയാം 127% അടിക്കണം. അത് ഇത് 127% പോയേ ഇല്ല. കണ്ട അപ്പോഴേ ഇത് ഹയർ ഹൈ ഓർ സെക്കൻഡ് എന്തെങ്കിലും തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്തെങ്കിലും കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേവ് ഇത് 101%, 11% വരെ പോയിട്ടില്ല. ഇതിന് മുന്നേ തന്നെ പോയിട്ട് താഴേക്കാണ്. സോ അതാണ് ഇത് ABC സ്റ്റഡ്. ദാറ്റ് മീൻസ് ഞാൻ എന്താ ഇത് റീഡ് ചെയ്യണത് ഇപ്പോൾ, ഇത് ABC ആണ്. ദാറ്റ് മീൻസ് നോർമൽ നമ്മൾ കൗണ്ടിങ് എടുക്കുക. ഇത് 1, ഇത് ഇവിടെയാണ് 2 തീർന്ന്, ആൻഡ് ദെൻ പ്രൈസ് 3 ആൻഡ് ഓൾമോസ്റ്റ് ഐ തിങ്ക് ഇത് കണ്ട ടൈം വൈസ് ഇത് ABC. ഓക്കെ, ഇത് സിംഗിൾ മൂവിൽ ഷാർപ്പ് ഫോൾ ആൻഡ് ദെൻ ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്. ഓക്കെ, ഫിഫ്ത്ത് ഓൺ ഗോയിങ് ആണ്. ഇതിൻ്റെ മേ ബി ഫർദർ നമുക്ക് കിട്ടും. ബട്ട് മൂവ് ഇപ്പോൾ സ്ലോ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. റൈറ്റ്, ശ്രദ്ധിക്കാതെ. റെസിസ്റ്റൻസ് സോണിലേക്ക് കയറിയിട്ടുണ്ടോ, എനിക്ക് അതേ തന്നെ പറയാനുള്ളതാണ്. റെസിസ്റ്റൻസ് സോണിൽ എൻറ്റേർഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ SL ഇതായിരിക്കും സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ, ഓർ ഇതും ഒരു SL ആയിട്ട് യൂസ് ചെയ്യാൻ നോക്കും. സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ SL വെക്കാനാണെങ്കിൽ ഇത് യൂസ് ചെയ്യുക. ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. ഇതിൻ്റെ ബിലോ പോയാൽ നല്ല ഒരു 55,820 പോലെ നല്ലൊരു ഫോൾ നമുക്ക് താഴേക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ബെനിഫിറ്റിൽ സെൻസെക്സ് പോകാം. ഐ ഹോപ്പ് ക്ലിയർ ആയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ലൊരു എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നല്ലൊരുപോലെ എക്സ്പ്ലനേഷൻ തരാറുണ്ട് എൻ്റെ സൈഡിൽ നിന്ന്. കൺഫ്യൂസ് ആവരണ്ട, മോസ്റ്റ്ലി എൻ്റെ സ്റ്റുഡൻസ്. യെസ്, സെൻസെക്സിൽ നമ്മൾ ഓവറോൾ ഇവിടെ നിന്ന് താഴേക്ക് ഇവിടെ നമ്മൾ ഇതാണെങ്കിൽ സെൻസെക്സ് 61.80% ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യേണ്ടതാണ് 61.0. കാരണം നിഫ്റ്റി ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക്
അല്ല ടച്ച് ചെയ്യാറായില്ലോ നിഫ്റ്റി. അപ്പോൾ ഈ രണ്ടും കൂടി ഒരുമിച്ച് ഇങ്ങനെ ടച്ച് ചെയ്യുകയാണെങ്കിൽ വെരി ഗുഡ്. അതാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടും കൂടി ഇങ്ങനെ ടച്ച് ചെയ്യണം സിങ്ക്. അപ്പോൾ സെൻസെക്സും നിഫ്റ്റി അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി നമുക്ക് കിട്ടും. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിമിൽ, സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക. സ്മോൾ ടൈം ഫ്രെയിം നിഫ്റ്റിയുടെ പോലെ തന്നെ ഇതിൻ്റെ ഓക്കെ റീഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ സപ്പോർട്ട്. ഗ്രീനാക്കി മാർക്ക് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. റെസിസ്റ്റൻസ് ഷോർട്ട് സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കാനാണെങ്കിൽ ഇതിങ്ങനെ ഓക്കെ. റെസിസ്റ്റൻസ് പെർഫെക്റ്റ്ലി 161.80% വന്ന് നിൽക്കുന്നത്. മേ ബി ഗ്യാപ്പ് അപ്പ് ആവേണ്ടതാണ് നാളെ നിഫ്റ്റിയിൽ. ഐ തിങ്ക് സോ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഹെൽത്ത് ഗ്രീൻ ക്യാൻഡിൽ കൂടിയാണ്. നിഫ്റ്റി മെഡിക്കൽ സെലക്ട് പോകും. ഇതൊന്ന് പറയണ്ടല്ലോ, അന്നത്തെ ട്രെൻഡ് ലൈനാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു പൊസിഷനിൽ നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റ് ആൻഡ് ബൂം, ഇതിൻ്റെ ബ്രേക്കൗട്ട് ആൻഡ് ഡബിൾ. ഇപ്പോൾ ഐ ഫീൽ സോ ഇത് ഈസി ബ്രേക്കൗട്ട് തരാൻ ചാൻസസ് കുറവാണ്. എന്തെങ്കിലും ന്യൂസ് ബേസ്ഡ് ആണെങ്കിൽ മാത്രമേ കൺസോളിഡേഷൻ ആൻഡ് ദെൻ ബ്രേക്കൗട്ട് തരുള്ളൂ. ഐ ഫീൽ സോ. ഓക്കെ, ഡബിൾ ബ്രേക്കൗട്ടാണ് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റ്. നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റ് ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രം ഹിയർ ടു ഇവിടുന്ന് 1 2 3 4 and 5 4 അത്ര ഡീപ്പ് അനാലിസിസ് ചെയ്യേണ്ടി വരും. അത്രേ ഇന്നത്തെ ക്ലിയർ ആവും. ഡയഗണൽ പാറ്റേൺ ഇതിൻ്റെ ബിലോ മാത്രമേ ഇനി വീക്ക്നെസ് ഉള്ളൂ. ഡയഗണൽ പാറ്റേൺ ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ നിഫ്റ്റി മിഡ് ക്യാപ്സുലേറ്റ്. മോസ്റ്റ്ലി ഇൻഡെക്സസ് ഞാൻ പറഞ്ഞല്ലോ, മോസ്റ്റ്ലി ഇൻഡെക്സസ് നമ്മുടെ ഇതിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ട്രാപ്പ് ചെയ്യാതിരുന്നാൽ മതി. ഇത് ആൻറ്റി ഡയഗണൽ പാറ്റേണിൽ എപ്പോഴും 3 മൂവ്സ് ഉണ്ടാവുള്ളൂ. അതാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, 1 2 3 ഡയഗണൽ പാറ്റേൺ ആയിട്ടില്ല, ഫോം ആയിട്ടില്ല. ബട്ട് ജസ്റ്റ് കോഷൻ സൈൻ ആണ് ഇതേ ഉള്ളൂ. ഡയഗണൽ പാറ്റേൺ ഇങ്ങനെ കംപ്ലീറ്റഡ് അല്ല. ഓക്കെ, വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് വീക്ക്നെസ് ഇതിൻ്റെ പോലെ, ബിഗർ ടൈം ഫ്രെയിമിൻ്റെ വീക്ക്നെസ് ഇതിൻ്റെ ബിലോ. ഓക്കെ, ഇതിനകത്ത് അതേ ഉള്ളൂ. മേ ബി ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ചാനൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇവിടെ ചാനൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാകും. അതാണ് ഞാൻ പറയുന്നത്. ഇൻ കേസ് അങ്ങനെ ഒരു ട്രാപ്പ് ചെയ്യാനാണെങ്കിൽ നോക്കാം. ഇത് ഇരിക്കട്ടെ കേട്ടോ. സോ സീ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കണ്ട.